ഈ കോഴിക്കോട് വടകര ഓർക്കാട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് UDF ഭരിക്കുന്ന പഞ്ചായത്ത് എന്ന വാർത്തയാണ് ഗൂഗിൾ കെ വേണുഗോപാലാണ് ഈ വാർത്ത നൽകുന്നത്. അമ്പലത്തിൽ ഗണപതിക്ക് തേങ്ങയുടയ്ക്കുന്ന കല്ലും ഭക്തർ സ്ഥാപിച്ച ബോർഡുകളും പോലീസിന് ഉപയോഗിച്ച് എടുത്തു മാറ്റി എന്നാണ് ആ വാർത്ത. ഗൂഗിൾ കെ വേണുഗോപാലിലേക്ക് പോകും. ഗൂഗിൾ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? മൈതാനം ക്ഷേത്രഭൂമി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനധികൃതമായിട്ട് രേഖ ചമച്ച് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. UDF നേതൃത്വത്തിലാണ് ഏറാമല പഞ്ചായത്ത് ഭരിക്കുന്നത്. ലീഗും RMB ചേർന്നിട്ടാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ക്ഷേത്രത്തിൽ ഈ ഭക്തജന കൂട്ടായ്മ ഒരു പരിപാടി നടത്താൻ വേണ്ടി പഞ്ചായത്തിനോട് അവകാശം തേടുകയും എന്നാൽ അത് അനുവദിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ മൈതാനത്ത്, അതായത് തർക്കഭൂമിയായിട്ടുള്ള മൈതാനത്താണ് ഈ ഗണപതി ക്ഷേത്രത്തിൽ, നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാളികേരം അടയ്ക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ ഭക്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് ഉപയോഗിച്ചിരുന്ന ഒരു കല്ല്, ആ പ്രതിഷ്ഠ, അത് അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനെതിരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതിഷേധ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികൾ നടത്തുന്നതിനാണ് പഞ്ചായത്തിനോട് ഈ ഭക്തജന കൂട്ടായ്മ ഒരു അനുവാദം ചോദിക്കുന്നത്. എന്നാൽ ഈ 6-ാം തീയതി തൊട്ട്, അതായത് ജനുവരി 6-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ അവിടെ ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് തന്നെ, അതായത് ഓർക്കാട്ടേരി ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നവീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ആ ക്ഷേത്ര മൈതാനി ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു പരിപാടിക്കും ക്ഷേത്രഭൂമി വിട്ടു നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാടാണ് പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയത്ത് തന്നെ ഈ 15-ാം തീയതി കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതേ ഭൂമി തന്നെ, അതായത് ഭക്തജന കൂട്ടായ്മയ്ക്ക് പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭൂമി സന്ദീപ് വാര്യരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് RMB അല്ലെങ്കിൽ UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെയൊക്കെ തുടക്കമെന്ന് പറയുന്നത് 2023 മുതലാണ്. ഈ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള വലിയൊരു മൈതാനം അത് വ്യാജരേഖ ചമച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ സർക്കാർ സ്വത്താക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് അവിടെയുള്ള ഭക്തജനങ്ങൾ പരാതി പറയുന്നു. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി ആർക്കൈവിലൊക്കെ, കോഴിക്കോട് ആർക്കൈവിലൊക്കെ പോയി പരിശോധിക്കുന്ന സമയത്ത് ഇത് ക്ഷേത്രഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ട്. ഇത് തങ്ങളുടേതാണ് എന്ന് പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാർ പറയുമ്പോൾ അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള രേഖകളൊന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളിലൊക്കെ പുരോഗമിക്കുമ്പോഴാണ് ഭക്തജനങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ മറ്റൊരു നടപടിയുമായിട്ട് പഞ്ചായത്ത് അധികൃതരൊക്കെ വരുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഹിന്ദു ഐക്യവേദിയും പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അതായത് തുടർച്ചയായിട്ട് ആ ഭാഗങ്ങളിൽ, വടകര, ഓർക്കാട്ടേരി, ഒഞ്ചിയം ഭാഗങ്ങളിലൊക്കെ ഈ രീതിയിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുക, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെ കടന്നു കയറുന്ന പരിപാടികളും പ്രവൃത്തികളൊക്കെ തുടർച്ചയായി നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു മറ്റൊരു തലത്തിലേക്കാണ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഈ ഓർക്കാട്ടേരിയിലുള്ള ഗണപതി ക്ഷേത്രത്തിലുള്ള ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള പഞ്ചായത്തിന്റെ നടപടി എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ പഞ്ചായത്തിന്റെ നടപടിക്ക് അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ക്ഷേത്ര ഭരണസമിതി സ്വീകരിക്കുന്നത് എന്നൊരു പരാതിയും അവിടെയുള്ള ഭക്തജന കൂട്ടായ്മയ്ക്കുണ്ട്. അതായത് പഞ്ചായത്ത് പറയുന്നതിനപ്പുറത്തേക്ക് അത് ക്ഷേത്രഭൂമിയാണ് എന്ന്, ക്ഷേത്രഭൂമിയല്ല എന്ന് പഞ്ചായത്ത് പറയുമ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി സ്വീകരിക്കുന്നത്. അതിനെതിരെയൊക്കെ ഭക്തജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഈ പരിപാടികൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് അല്ലെങ്കിൽ പരിപാടികളാണ് ഭക്തജന കൂട്ടായ്മ അവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്. കോഴിക്കോട് വടകര ഓർക്കാട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് RMBയും കോൺഗ്രസും ചേരുന്ന UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി. അമ്പലത്തിൽ ഗണപതിക്ക് തേങ്ങയുടയ്ക്കുന്ന കല്ലും ഭക്തജനങ്ങൾ സ്ഥാപിച്ച ബോർഡുമൊക്കെ എടുത്തുമാറ്റി എന്നതാണ് വാർത്ത. ക്ഷേത്രം ഭരണസമിതിയാകട്ടെ ആ പഞ്ചായത്ത് ഭരണസമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പറയുന്നത് അതേപടി അനുസരിക്കുന്നു. ഭക്തരെ പരിഗണിക്കുന്നതേ ഇല്ല എന്ന പരാതിയും വരുന്നു. BJP ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു. ഹൈന്ദവ സംഘടനകൾ ഒന്നാകെ അവിടെ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ.